ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കിടിലൻ ടേസ്റ്റുള്ള ഈ ബീഫ് മന്തി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി 1.5 കിലോ ബീഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എല്ലോട് കൂടിയുള്ള ബീഫാണ് കേട്ടോ മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മല്ലിയില ചോപ്പ് ചെയ്തതും 3 ടേബിൾ സ്പൂണോളം പുതിനയില ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ക്യാപ്സിക്കം ചെറുതായൊന്ന് ചോപ്പ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ക്യൂബിന് പകരം ബീഫ് ക്യൂബ് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ബീഫ് ക്യൂബ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 125 ml കപ്പിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള പീസ് നല്ല വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ബീഫ് മന്തിക്ക് നല്ലൊരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറുതാക്കി കട്ട് ചെയ്യാതിരുന്നത്. ഈ ബീഫ് പ്രഷർ കുക്കറിലാണ് കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ തന്നെ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ടൊരു 15 മിനിറ്റ് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് ആവുന്ന സമയത്ത് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് കുക്ക് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി റൈസിനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഒരു ചരിവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ലെമൺ, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ബേ ലീഫ് എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ സെല്ല ബസുമതി റൈസ് ആണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നന്നായി ഒന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കവർ ചെയ്ത് വെക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്നൊരു പരുവത്തിൽ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ബീഫിൽ നിന്നൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റൈസ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ചരിവം അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിലെ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് ഓയിലോട് കൂടിയുള്ള മസാല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് ആ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ, റൈസിൽ ഇട്ട് കൊടുത്ത ആ ഡ്രൈ ലെമൺ ഇതിലേക്കൊന്ന് ഇങ്ങനെ ജസ്റ്റ് കുത്തി വെച്ച് കൊടുക്കാം. ഇനി ബീഫിന്റെ ആ ഒരു നെയ്യ് തെളിഞ്ഞ മസാല ഉണ്ടല്ലോ, ആ മസാല ബാക്കിയുള്ളത് ഇത് ഈ റൈസിന് മുകളിലോട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചാർക്കോൾ ഒരു പാത്രത്തിൽ കത്തിച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് സ്മോക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് ഇത് നന്നായി ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. വെയിറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും മന്തി റെഡിയായി കിട്ടും. അപ്പോൾ ബീഫ് മന്തി നല്ല മണം വന്നിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് വരുന്നത്. ഇപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കിയെന്ന് അടുത്തുള്ള വീട്ടുകാർ പോലും അറിയും, അത്ര സ്മെല്ലാണ്.
ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്തത്. എന്നിട്ടാണ് ഇതുപോലെ റൈസും ബീഫും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആ ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും റൈസിൻ്റെ എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് വേണം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ കിടിലൻ രുചിയുള്ള ബീഫ് മന്തിയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.